നമസ്കാരം. വാർത്തയും വാഗ്വാദങ്ങളും ചർച്ചകളുമായി എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന VMTV ന്യൂസ് ഒരു പ്രത്യേക തത്സമയ പരിപാടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സമകാലിക സംഭവ വികാസങ്ങളും രാഷ്ട്രീയ സാമൂഹിക അവലോകനങ്ങളും ഉൾപ്പെടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയുടെ വിശദ വിവരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ എംപിമാരുടെ നേരെയാണ്. ഇതിന് മറ്റ് ദുരുദ്ദേശങ്ങളില്ല. ഇതിവിടുത്തെ പാവപ്പെട്ടവന്റെ ജനാധിപത്യ അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ, സ്വത്ത് സമ്പാദനത്തിനും അത് കൈവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ്. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള വിശ്വപൗരന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? 2047 ആകുമ്പോഴത്തേനും ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വഖഫിൻ്റെതായി മാറ്റാമെന്ന് കരുതിയ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന ശശി തരൂർ MPയുടെ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധ മാർച്ചുമായി BJP. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പാവപ്പെട്ടവരുടെ ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അന്നു മുതൽക്ക് തന്നെ ഈ വഖഫിന്റെ കരിനിയമത്തിനെതിരായി, വഖഫിന്റെ അധിനിവേശത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന NDA സർക്കാർ പാർലമെന്റിൽ നടത്തിയ നിയമ ഭേദഗതികളെല്ലാം നോക്കിയാൽ ആത്യന്തികമായ അതിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരിക്കുന്നതിലൂടെ, ഈ അമെൻമെന്റിലൂടെ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി നിയമപരമായി പണം കൊടുത്ത് കൈവശം വെച്ചിരുന്ന അവരുടെ യഥാർത്ഥ ഭൂമിയിന്മേലുള്ള അവകാശം പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. മാത്രമല്ല, ആ അധിനിവേശത്തിനെതിരായി ഒരു സാധാരണ പൗരൻ സ്വന്തം കാശ് കൊടുത്ത് നികുതി അടച്ച് നിയമപരമായി കൈവശം വെച്ചിരിക്കുന്ന ഏത് ഭൂമിയും വഖഫ് ബോർഡിന് സ്വമേധയാ വഖഫ് ചെയ്യാനുള്ള അധികാരം. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ നിയമ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിധം അങ്ങനെ ഒരു ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്തിയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ, അതിനൊരു ലിറ്റിഗേഷൻ പോവാൻ, നമ്മുടെ നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലുള്ള അവകാശം ഇവിടുത്തെ പാവപ്പെട്ടവനില്ല. അത് വഖഫിന്റെ ട്രിബ്യൂണലിൽ മാത്രമാണ്, അവർ നിയമിക്കുന്ന ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കരിനിയമം ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. ഈ നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല. ഈ നിയമ ഭേദഗതി ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ്. ഈ നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡിനെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമ തർക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ. ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ഈ കരിനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ MPമാരിലേക്കാണ്. ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ MPമാരുടെ നേരെയാണ്. എന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? ഇത് മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ആകെ പിന്തുണയുള്ള പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം
അവർ പൊളിറ്റിക്കലായി ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. BJP ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നു എന്നുള്ള ആക്ഷേപത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ എന്തിനാണ് KCPC പിന്തുണയ്ക്കുന്നത്? എന്തിനാണ് CPCI പിന്തുണയ്ക്കുന്നത്? അപ്പം ഞങ്ങളുടെ നിലപാട് ശരിയാണ് എന്നുള്ളതാണ് അതിന് കാരണം. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഇതിന് മറ്റ് ദുരുദ്ദേശങ്ങളില്ല. ഇതിവിടുത്തെ പാവപ്പെട്ടവന്റെ ജനാധിപത്യ അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ, സ്വത്ത് സമ്പാദനത്തിനും അത് കൈവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ്. ആ കടന്നാക്രമണത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു നിലപാട്, ശരിയായ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭം വന്നിരിക്കുന്നത്. ഞാൻ LDFന്റെയും UDFന്റെയും MPമാരോട്, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള വിശ്വപൗരന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? നിങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണോ? നിങ്ങൾ ന്യായത്തിൻ്റെ കൂടെയാണോ? നിങ്ങൾ നിയമപരമായി ജീവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണോ? നിങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുവന്ന ഭരണഘടനയുടെ കോപ്പി പോക്കറ്റിൽ നടക്കുന്ന MPമാരല്ലേ? നിങ്ങൾക്ക് മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധിയോട് പറയാൻ ധൈര്യമുണ്ടോ? ആങ്ങളെയും പെങ്ങളും പറയുന്ന ഒരു വാക്കുണ്ട്, ഭരണഘടനയെ സംരക്ഷിക്കണം. ഞങ്ങളും ഇന്ന് കോൺഗ്രസിൻ്റെ MPമാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ കൈപ്പിടിച്ചിരിക്കുന്ന പുസ്തകമൊന്ന് നിങ്ങൾ തുറന്നു നോക്കണം. ആ തുറന്നു നോക്കിയിട്ട് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ തന്നെ ഈ രാജ്യത്തിന് ചില വ്യക്തികൾക്ക് ഈ രാജ്യത്തെ കൊള്ളയടിക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചൂഷണം ചെയ്യുവാൻ, ഇവിടെ ചില വിഘടനവാദ സംഘടനകൾ പറഞ്ഞ പോലെ 2047 ഈ രാജ്യം ഞങ്ങൾക്ക് സ്വന്തമാകുമെന്ന് പറഞ്ഞതിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് ഈ വഖഫ് ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2047 ആകുമ്പോഴത്തേനും ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വഖഫിൻ്റെതായി മാറ്റാമെന്ന് കരുതിയ, അതിന് ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ മതേതരത്തോടും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തി ഇന്ന് ശ്രീ ശശി തരൂർ ഉൾപ്പെടെ, ഈ സംസ്ഥാനത്ത് നിന്നും ജയിച്ചു പോയ MPമാരുൾപ്പെടെ, അതിലുപരി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനപ്രതിനിധികളോടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്തുവാനുള്ള അവസരമാണ്. ആ തെറ്റ് തിരുത്തുവാനുള്ള അവസരം മുതലാക്കി ഇന്ന് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുവാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനപ്രതിനിധികൾ കാണിക്കണമെന്ന വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. VMTV ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയ്ക്ക് ഇനി CPMൽ സ്ഥാനമില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. KK ശൈലജ CPM പോളിറ്റ് ബ്യൂറോയിൽ എടുക്കില്ല എന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനുള്ള കരുനീക്കങ്ങൾ മധുരയിൽ സജീവം. പ്രായപരിധി കർശനമാക്കിയാൽ CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന വൃന്ദ കാരാട്ടിനും സുഭാഷിണി അലിക്കും പകരം 2 വനിതകളെ തന്നെ ഉൾപ്പെടുത്തും. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ധാവ്ലെയും തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് U വാസുകിയുമാണ് പരിഗണിക്കപ്പെടുന്ന പേരുകൾ. എന്നാൽ ശൈലജയെ പരിഗണിക്കില്ല. 2 പേർ പുറത്തു പോകുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ PBയിൽ എത്തുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ശൈലജയെ ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ചകൾ. PBയിൽ എത്തുമ്പോൾ ശൈലജയും ഭാവി മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിൽ വരും. അങ്ങനെ ജനവികാരം ഉയർത്തി ഹാട്രിക് വിജയത്തിന് പോലും CPMന് കഴിയുമെന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ ശൈലജയെ PBയിൽ എടുക്കേണ്ടെന്നതാണ് കേരളത്തിലെ VIP നേതാക്കളുടെ തീരുമാനം. സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, മാണിക് സർക്കാർ, G രാമകൃഷ്ണൻ എന്നിവരാണ് PBയിലെ പ്രായപരിധി കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലെ മറ്റ് അംഗങ്ങൾ. പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ PB അംഗങ്ങളായിരിക്കണമെന്നതാണ് CPM നയം.
അതുകൊണ്ട് പിണറായി തുടരുക തന്നെ ചെയ്യും. നിലവിൽ പാർട്ടി അംഗങ്ങളിൽ 2ാം സ്ഥാനമുള്ള തമിഴ്നാടിന് ജി രാമകൃഷ്ണൻ ഒഴിയുന്നതോടെ PB പ്രാതിനിധ്യം ഇല്ലാതാകും. ആ പരിഗണനയും വാസുകിക്ക് അനുകൂലമാക്കാനാണ് നീക്കം. PB അംഗം അശോക് ധവളയുടെ ഭാര്യയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ മറിയം ധവളെ. മറിയം PB അംഗമായാൽ പ്രകാശ് കാരാട്ടിനും വൃന്ദയ്ക്കും ശേഷം പാർട്ടി ഉപരിഘടകത്തിലെത്തുന്ന ദമ്പതിമാരെന്ന വിശേഷണവും ഇവർക്ക് കിട്ടും. വനിതകളിൽ PBയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേര് ആന്ധ്രയിൽ നിന്നുള്ള ഹേമലതയുടേതാണ്. കേരളത്തിൽ മാത്രമാണ് CPMന് ഭരണമുള്ളത്. ഇവിടെ നിന്നുള്ള വനിതയെ പരിഗണിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ PBയിലേക്ക് കൊണ്ടുവരുന്നത് ശൈലജയെ വെട്ടാൻ വേണ്ടി മാത്രമാണ്. പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നും ഒഴിവുകളൊന്നുമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 4 PB അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. ബംഗാളിൽ നിന്ന് 5 പേരും. ഇതിൽ സൂര്യകാന്ത് മിശ്ര പ്രായപരിധിയിൽ ഒഴിവാകും. ബംഗാളിൽ CPM അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഭരണമുള്ള ഏക സംസ്ഥാനമെന്ന നിലയിൽ ഈ ഒഴിവ് കേരളത്തിന് കിട്ടിയേക്കും. മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനാകും പരിഗണന. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ K രാധാകൃഷ്ണനെ പരിഗണിച്ചേക്കും. ഒടുവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് PBയിലെത്തുമെന്ന് കരുതുന്നവരുമുണ്ട്. KK ശൈലജയ്ക്ക് സാധ്യത തീരെയില്ല. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ് ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത്. സംസ്ഥാന ഘടനത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ PBയിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയില്ല. പ്രായപരിധിയിൽ മാറേണ്ടി വരുന്ന AK ബാലൻ, PK ശ്രീമതി എന്നിവരുടേതും ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലവിൽ 3 ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുണ്ടാകുക. LDF കൺവീനർ TP രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലെത്താൻ സാധ്യത ഏറെയാണ്. PK ശ്രീമതിക്ക് പകരം മേഴ്സിക്കുട്ടിയമ്മ, TN സീമ എന്നിവരിലൊരാളെ പരിഗണിച്ചേക്കും. കൂടുതൽ സാധ്യത TN സീമയ്ക്കാണെന്നും സൂചനകൾ വരുന്നുണ്ട്. VN വാസവൻ, PA മുഹമ്മദ് റിയാസ്, PK ബിജു എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കും. AK ബാലൻ ഒഴിയുന്ന സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗം, പാലക്കാട് ജില്ലാ പ്രാതിനിധ്യം എന്നിവ PK ബിജുവിന് അനുകൂലമാകും. പക്ഷേ അവിടെയും മുഹമ്മദ് റിയാസ് ഫാക്ടർ കാര്യങ്ങളെ മാറ്റിമറിച്ചേക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന നേതാവായി റിയാസ് മാറുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഭാര്യ പിതാവായ പിണറായിക്കൊപ്പം മരുമകനായ റിയാസും PBയിലെത്തും. മറിയം ധവളയെ PB അംഗമാക്കുമ്പോൾ ദമ്പതികൾ PBയിൽ എത്തുന്നത് പോലൊരു അപൂർവതയായി അതും മാറും. റിയാസ് PBയിലെത്തിയാൽ അമ്മാവനും മരുമകനും ആദ്യമായി CPM PBയിലെത്തിയെന്ന അപൂർവതയായി അത് മാറിയേക്കും. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. PMTV ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു. മറ്റു റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ സാറിനോട് തന്നെ ചോദിക്കാം. സാർ, സുഖം തന്നെ സാർ. അപ്പം നമ്മുടെ മാന്യ പ്രേക്ഷകർ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകളാണ് ഇതിലേക്ക് മെമ്പർഷിപ്പിനായിട്ട് അംഗത്വം എടുത്ത് ടോക്കൺ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു മാറ്റങ്ങൾ? ആദ്യമായി ആശ്രയ സമ്മാന പെരുമഴ ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് നൽകുന്നതിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസും ഒന്നിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് ആശ്രയ സമ്മാന പെരുമഴ. എന്തായാലും ഈ ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീം ലോക മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായി കൂപ്പൺ വാങ്ങുന്നതിന് ഞങ്ങളൊരു സജ്ജീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഫാമിലി കിറ്റ്, ഇതാണ് ആശ്രയ സമ്മാന പെരുമഴയുടെ ഫാമിലി കിറ്റ്. ഈ ഒരു ബോക്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് പിടിക്കുവാനിച്ചാൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ. ഈ ബോക്സിന്റെ വില എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ആശ്രയ സമ്മാന പെരുമഴയുടെ 1 2 3 4 5 കൂപ്പണം നിങ്ങൾക്ക് ഇതിനകത്തു നിന്ന് കിട്ടും. അതുമാത്രമല്ല, ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന നിരവധി സമ്മാനങ്ങളുണ്ട്. ഗോൾഡ് കോയിന്, അതുപോലെ മറ്റ് സമ്മാനങ്ങൾ, അങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങൾ ഈ ബോക്സിനകത്തുമുണ്ട്, ഈ ഒരു കിറ്റിനകത്തുമുണ്ട്. ആശ്രയ സമ്മാന പെരുമഴ
കിറ്റിനകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. എന്നാലും ഈ കിറ്റ് വാങ്ങുന്നതിന് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ആയിട്ടുണ്ട് അല്ലേ? അതെ, അപ്പൊ അവർക്ക് അത്രയധികം വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ, അതെ, നിങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു തോന്നൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ സാധനം കിട്ടിയതിന് ശേഷം മാത്രം പൈസ പേ ചെയ്ത് ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾ വന്നാൽ മതി എന്നൊരു ആശയം കൂടിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലൂടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിന് ഞങ്ങൾ ആശ്രയിക്കുന്നത് നമ്മുടെ തപാൽ വകുപ്പിനെയാണ്. ഇന്ത്യ ഉടനീളം പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള തപാൽ വകുപ്പിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിരവധി തട്ടിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തപാൽ മേഖലയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ID എടുക്കണമെങ്കിൽ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റിന് എല്ലാവിധ ലൈസൻസുകളും വാങ്ങി വെച്ചതിന് ശേഷം അവർ നമുക്കൊരു ID തരുള്ളൂ. ആ ID പ്രകാരം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും സാധനങ്ങൾ ഇനി വാങ്ങാനൊരു സജ്ജീകരണം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അതെ, മാന്യപ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇതില് ആദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതില് ഒരു കൂപ്പണിൽ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ചോപ്പറാണ്. ഇതിന് തന്നെ ഈ 499 രൂപ MRP ഉണ്ട്. അങ്ങനെയുള്ളൊരു ചോപ്പറാണ് ഞങ്ങളിതിൽ ആദ്യം ആ കിറ്റിനകത്തുള്ള ഫാമിലി കിറ്റിൽ ഒരെണ്ണം. അടുത്ത് രണ്ടാമതായി കണ്ട അടിപൊളി ഒരു ഫ്ലാസ്കാണ്, കണ്ടോ? അതുകൂടാതെ ഇത് അതിമനോഹരമായ ഒരു ലേഡീസ് ബാഗാണ്. നോക്കൂ, അതിമനോഹരമാണ്. എന്തായാലും മാർക്കറ്റിൽ 650-700 രൂപയ്ക്കകത്ത് MRP ഉള്ള അതിമനോഹരമായ ഒരു ബാഗാണ്. നോക്കുക, തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അതാണ് ഫാമിലി കിറ്റ്. ഫാമിലി കിറ്റ് എന്നാൽ അതാണ് നമുക്ക് ഏറ്റവും അധികം ഉപയോഗം വരുന്ന ഒരു സാധനം കൂടിയാണ്. യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാനാണ്. നോക്ക്, അത് നമുക്ക് ഇത് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന, നമുക്ക് ഈ ചൂട് കാലത്ത് കയ്യിൽ കൊണ്ട് നടന്ന നല്ല രീതിയിൽ കാറ്റ് വരുന്നത്. അത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത, ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ, ചാർജബിൾ ആണ്. ചാർജ് ചെയ്ത് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് യാത്രയിലും കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ഒരു ഫാമിലി കിറ്റിൽ. അതോടൊപ്പം ഇതിൽ ഈ കൂപ്പണിൽ നമ്മൾ ഒന്നാം സമ്മാനമായി നൽകുന്നത് തിരുവല്ല ഉള്ള സജ്ജി എന്ന ആളിൻ്റെ 1950 സ്ക്വയർ ഫീറ്റ് ഇരുനില വീടാണ്. അത് കുറച്ച് പണി മിച്ചമുണ്ട്. ആ ഒരു പണി പൂർണ്ണമായിട്ടും തീർത്തതിന് ശേഷം ഒന്നാം സമ്മാനം ലഭിക്കുന്ന ആളിന് നൽകുകയുള്ളൂ. അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായി അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവ കാർ, മൂന്നാം സമ്മാനം ഓൾട്ടോ കാറ്, നാലാം സമ്മാനം പുതിയ സ്കൂട്ടർ. അതോടൊപ്പം അഞ്ചാം സമ്മാനം 10 പേർക്ക് ഗോൾഡ് കോയിനാണ്. അത് കഴിഞ്ഞ് ആറാം സമ്മാനം 25 പേർക്ക് സീലിംഗ് ഫാനാണ്. മറ്റനേക സമ്മാനങ്ങളുമാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഈ ഫാമിലി കിറ്റ് വാങ്ങുന്നതിന് 2500 രൂപയാണ് അല്ലേ? അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും യാതൊരു നഷ്ടവും നിങ്ങളിൽ നിന്നും സംഭവിക്കുന്നില്ല. ഈ സാധനത്തിന്റെ വില മാത്രമേ നിങ്ങൾ നൽകുന്നുള്ളൂ. ആ ഫാൻ ഇപ്പോഴും റണ്ണിങ്ങിലാണ്. നല്ല കാറ്റ് കിട്ടുന്നില്ലേ? അതെ, നല്ല കാറ്റുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ചാർജ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഒരു ഫാമിലി കിറ്റ്, ആശ്രയ സമ്മാന പെരുമഴ ഫാമിലി കിറ്റിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ കണ്ടെയ്നർ ഉൾപ്പെടെ ഇതും നമുക്ക് അതിലൊരു സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. എന്തായാലും ഈ ഒരു കണ്ടെയ്നർ ഒരു 400 രൂപ വിലയുള്ള ഒരു കണ്ടെയ്നറാണ്. അതും അതാ എഴുതിയിട്ടുണ്ട് 100% വെർജിൻ മെറ്റീരിയൽ ആണ്. അതെ അതെ അതെ. അതും ഒരു നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. എന്ത് ധാന്യങ്ങൾ വേണോ ഇതിലിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയും സമ്മാനങ്ങൾ അടങ്ങുന്നതാണ് ഈ ഒരു ഫാമിലി കിറ്റ്. ഒരു വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടവും നിങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 കൂപ്പൺ അല്ലെങ്കിൽ ഒരു ഫാമിലി കൂപ്പൺ എടുക്കുന്നവർക്ക് 5 കൂപ്പൺ ഉൾപ്പെടെ ഇത്രയധികം സമ്മാനങ്ങളും ഇതിനപ്പുറം നറുക്കെടുപ്പിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിലുപരി വമ്പൻ സമ്മാനങ്ങളുമാണ്. അതേപോലെ ഇത്രയും സമ്മാനങ്ങൾ ഇതിൽ ഒരുക്കുന്നതോടൊപ്പം 5 കൂപ്പണും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാണും. അതോടൊപ്പം ഈ ഒരു സംഗതി, ഇതിൽ ഗോൾഡ് കോയിൻ കാണാം. മറ്റു നിരവധി സമ്മാനങ്ങൾ ഈ ഒരു കിറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ഇതും അതേപോലെ
സമ്മാനങ്ങൾക്ക് പുറമെ ഗോൾഡ് കോയിനും ഗോൾഡ് കോയിൻ കിട്ടുന്ന ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളാകാം. അതെ അതെ അതെ. അതുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരും എല്ലാവരും ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയുടെ ഒരു ഫാമിലി കിറ്റ് വാങ്ങി നമ്മുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീമിന്റെ ജൈത്രയാത്രയ്ക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒപ്പം കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. VMTV ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക്. BJPയിലേക്ക് പുതിയൊരു നേതാവ് കൂടി കോൺഗ്രസിൽ നിന്നും കടന്നു വരുമെന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിന്റെ ഉദാഹരണമായി കോൺഗ്രസിന് വീണ്ടും തലവേദനയായി മാറുകയാണ് ശശി തരൂരിന്റെ മോദി പ്രശംസ. നയതന്ത്ര വിഷയത്തിലാണ് തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്തു വന്നത്. പുതിയൊരു ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത്. വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നു. കോവിഡ് കാല ഭീകരതകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം. ഉത്തരവാദിത്തത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദി വീക്കിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ തരൂർ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ. 2020-2021 കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത്. കോവിഡ് കാലത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി. ഇതിന്റെ ഭാഗമായി 2021 ജനുവരി 20 മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മ്യാൻമാർ എന്നിവയുൾപ്പെടെ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു. സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തു. വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകി. ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. കേവലം വാക്സിൻ നൽകുക മാത്രമല്ല, നേപ്പാൾ, മാലദ്വീപ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു. ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ. അതേസമയം തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തിയിരുന്നു. തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റമുണ്ടായെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യൻ നിലപാട് ഉചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ സമ്മതിച്ചിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നു എന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസും കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിച്ചു. തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് BJP രംഗത്ത് വന്നു. ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്നും BJP വക്താവ് ഷെഹ്സാദ് പുനെവാലെ പ്രതികരിച്ചു. ഇതിനു മുമ്പും BJP അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂർ വിവാദത്തിലായിരുന്നു. പാർട്ടിയെ വെട്ടിലാക്കുന്ന CWC അംഗവും MPയുമായ ശശി തരൂരിന്റെ മോദി പ്രശംസ അവഗണിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. നടപടിക്ക് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടതാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കഴിഞ്ഞ മാസം അവസാനം ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിലെ തീരുമാനത്തിന് വിരുദ്ധമായി തരൂർ മുന്നോട്ടു പോകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. ഡൽഹിയിൽ റെയ്സിന ഡയലോഗിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രിയെയും NDA സർക്കാരിനെയും വിദേശ നയത്തെയും പുകഴ്ത്തി സംസാരിച്ചത്. റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടേത്. ലോകത്ത് സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കാൻ കഴിയുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്നും തരൂർ വ്യക്തമാക്കി. ഇത് വിവാദമായതിന് പിന്നാലെ വിവാദം എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വിഷയത്തിൽ BJPയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇനി പരസ്യമായും അല്ലാതെയും ഒന്നും പറയാനില്ലെന്നും തരൂർ വിശദീകരിച്ചിരിക്കുകയാണ്. തരൂരിനെ BJPയിലേക്ക് ചായുമോ അതോ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുമോ എന്നതാണ് പലരുടെയും ചോദ്യം. ഏതായാലും കാത്തിരുന്ന് കാണാം. VMTV ന്യൂസിന്റെ പ്രധാന വാർത്ത അവസാനിക്കുന്നു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർഗതരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. VMTV ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക്.
എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജ് ഒറ്റപ്പെടുമ്പോൾ മകനെ പിന്തുണച്ച അമ്മ മല്ലിക സുകുമാരൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെ ഇന്നലെ വൻകിട മാധ്യമ ചാനലിന്റെ ചർച്ചയിലും മല്ലിക സുകുമാരൻ പങ്കാളിയായി. പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ടാണ് മല്ലിക രംഗത്ത് വന്നത്. പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ലെന്ന് അവർ ആവർത്തിക്കുകയുണ്ടായി. ചതിച്ചെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ലാലിന് നേരത്തെ പ്രതികരിക്കാമായിരുന്നു. വിവാദങ്ങൾക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായും ഒരു വിഭാഗത്തിന്റെയും ചട്ടുകമാകാൻ പൃഥ്വിരാജിനെ കിട്ടില്ലെന്നും മല്ലിക സുകുമാരൻ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചു. എന്റെ മകൻ ചതിച്ചുവെന്ന് മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതിനൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം. മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണെന്ന്. ഇന്നൊരു പോസ്റ്റ് ഇട്ടത് അവർ കണ്ടിരുന്നു. അതല്പം നേരത്തെയാവാമായിരുന്നു എന്നൊരു വിഷമം മാത്രമുണ്ട്. ആരുടെയും മുന്നിൽ ഒരു അടിമയായിട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു ജോലി സ്ഥലത്തും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടില്ലെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നു. പൃഥ്വിരാജിനെ സിനിമയിൽ കൂടെ നടക്കുന്ന കമ്പനി ഇല്ലാത്ത ഒരാളാണ്. സിനിമയിലുള്ളവരും പലതരത്തിൽ അവനെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാമോ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. പൃഥ്വിരാജ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിച്ച് നടക്കുന്ന ആളല്ല, നടക്കത്തുമില്ല. പൃഥ്വിരാജ് നല്ലത് കണ്ടാൽ നല്ലത് പറയും. അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, ശരി കണ്ടാൽ ശരി എന്ന് പറയും. അത് ഞാനും പറയും. മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മലയാളത്തിലെ സിനിമാ സംഘടനകൾ പ്രതികരിക്കാതിരുന്നപ്പോഴാണെന്നും മല്ലിക വ്യക്തമാക്കുന്നു. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് ഇന്നലെ മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരുന്നു. മോഹൻലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്നറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം. എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷൂട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്നവർ കരുതുന്നുണ്ടാവും. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തെന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നത്.
പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൻ എന്തു പിഴച്ചു? ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരുടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ മറക്കുന്നില്ല. പാർട്ടിയുടെയോ ജാതിമത ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചുവാങ്ങാൻ ഒരു അതിമോഹവുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത്. നല്ലതും ചീത്തയും പറഞ്ഞുകൊടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എൻ്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവൻ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി മാധ്യമപ്രവർത്തകരോട് 2 വാക്ക്. പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എൻ്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ടു. സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ. പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണമെന്നാണ് ചട്ടം. ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ? അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധി ആണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരിക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവരല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയക്കാരെ, കുടുംബാംഗങ്ങളെ, പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല. ഇങ്ങനെ കുറിച്ചുകൊണ്ടാണ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഏതായാലും പുതിയ മാറ്റങ്ങളുമായി ചിത്രം ഇന്ന് റിലീസിന് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയാം. PMTV ന്യൂസിന്റെ പ്രധാന വാർത്ത അവസാനിക്കുന്നു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാട്ടുകാരെ പറ്റിച്ച ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ കഴിഞ്ഞ മന്ത്രിസഭ അവർ അട്ടിമറിച്ചത്. ഞങ്ങൾ അതുപോലെ അട്ടിമറിക്കുന്ന വന്നവരല്ല. കോവിഡ് കാല സമയങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു. ഓരോന്നും ഇങ്ങനെ പറയുമല്ലോ, എത്ര പേര് ക്വാറന്റൈനിലുള്ളൂ, എത്ര പേരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നതേ ഈ പാവം ആശ കൊടുത്തതിൻ്റെ ഇപ്പോഴും കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുന്നത്. അത് ഈ ആശമാരുടെ വിയർപ്പിൻ്റെ ജീവൻ്റെ ഫലമാണ്. ബലി കൊടുത്ത ഒരുപാട് ആശമാരുണ്ട്. 11 ആശാ സഹോദരിമാരാണ് ആ കോവിഡ് സമയത്ത് മരണപ്പെട്ടത്. എനിക്ക് 2 വട്ടം കോവിഡ് വന്നു. ഞാൻ ഇപ്പോഴാലോചിക്കാം, ആ കോവിഡ് സമയത്ത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ കേന്ദ്ര സർക്കാർ 50 ലക്ഷം കിട്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടും കിടപ്പാടവും പണയത്തിലാകില്ല. അത് എൻ്റെ കുട്ടികൾക്ക് സുരക്ഷിതമായി കയറി കിടക്കാമായിരുന്നു.
ഒരു അമ്മയ്ക്ക് ജനിച്ച ഒരു മകനും ഒരു സ്ത്രീയെക്കുറിച്ച് പറയത്തില്ല. അത്ര രീതിയിലാണ് ഈ സൈബർ പോരാളികൾ ഇവർ വാടക ഗുണ്ടകളെ ഏൽപ്പിച്ച് ഈ സ്ത്രീകൾക്കെതിരെ പോരാടുന്നത്. ഈ കേരള സർക്കാരിന് വേണ്ടിയല്ലേ അവർ നിയമിച്ചത്, അതിന് വേണ്ടുന്ന ഫണ്ടുകളും അവർ കൊടുക്കുന്നില്ലേ? അവരെന്തെങ്കിലും ഫണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് മേടിച്ചെടുക്കേണ്ട ആശമാരുടെ ഉത്തരവാദിത്വമാണോ? ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു മകനാവട്ടെ ഇങ്ങനെ എഴുതില്ല. ഞങ്ങളെല്ലാം സ്ത്രീകളാണ്, 40 വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരാണ്. ആരോടാ വാശി? ഈ 232 രൂപയ്ക്ക് ജോലി ചെയ്യണവരോടാണോ വാശി കാണിക്കുന്നത്? ഞങ്ങളിവിടെ ഇരിക്കുകയാണ്, PSCക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തു. അപ്പോൾ എന്തെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ പോയി ഇവിടെ പോയി ഞങ്ങളെ പേരും പറഞ്ഞു. എന്തിനാ കള്ളങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങളെ പറ്റിക്കുന്നത്? പാവപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ ഇവർ? അതാ ഈ പാവങ്ങളോട് ഇത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ ഇവർക്ക് എവിടെ നിന്നാണ്? ഇപ്പം ഇവർ ഏത് പക്ഷത്തായി ഇപ്പം നിൽക്കുന്നത് ഇവർ? ആശാവർക്കർമാരുടെ ആവശ്യത്തിനായുള്ള സമരം 50ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുടി മുറിച്ചു വരെ അവർ സമരം ചെയ്യുന്നു. കേരള സർക്കാർ ഇതുവരെയും അവർക്കു നേരെ കണ്ണു തുറന്നിട്ടില്ല. സർക്കാരിനോട് പറയാനുള്ളത്, സ്ത്രീപക്ഷ സർക്കാരെന്ന് എപ്പോഴും പറയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ എത്ര ലജ്ജാകരമാണ്. നമ്മൾ കേന്ദ്ര സർക്കാർ നിയമിച്ച ഇതാണെങ്കിൽ ആർക്ക് വേണ്ടി നിയമിച്ചതാ? ഈ കേരള സർക്കാരിന് വേണ്ടിയല്ലേ അവർ നിയമിച്ചത്, അതിന് വേണ്ടുന്ന ഫണ്ടുകളും അവർ കൊടുക്കുന്നില്ലേ? അവരെന്തെങ്കിലും ഫണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് മേടിച്ചെടുക്കേണ്ട ആശമാരുടെ ഉത്തരവാദിത്വമാണോ? അത് കാലാകാലം ഞാനിപ്പോൾ ഒരു തൊഴിലുടമയാണെന്ന് വിചാരിക്കുക, ഞാനൊരു കോൺട്രാക്ടറെ വർക്ക് ഏൽപ്പിക്കുന്നു. ആ വർക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്ടറാണ് അതിനെന്ത് കല്ലിനും കട്ടയ്ക്കും സിമെൻറ്റിനും ഒക്കെ എത്ര പൈസ ചിലവായെന്നുള്ളതിൻ്റെ ചിലവ് എന്നെ ഏൽപ്പിക്കണം, എന്നാലേ ഞാൻ ആ ബാക്കി കാശ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇതൊരു ധാർഷ്ട്യം കാണിക്കേണ്ടതല്ല. എന്തിനാണ് ഇവരെപ്പോഴും കേന്ദ്രത്തിൽ നോക്കിയിരിക്കുന്നത്? കേന്ദ്രത്തെ കുറ്റം പറയുകയും ചെയ്യും, കേന്ദ്രത്തിൽ തന്നില്ല എന്ന് പറയും. ഇത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണ്. ഈ കേരള സർക്കാരിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് ഇവരിപ്പോഴും കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുന്നത്. അത് ഈ ആശമാരുടെ വിയർപ്പിൻ്റെ ജീവൻ്റെ ഫലമാണ്. അല്ലാതെ ഇവരാരും AC റൂമിലും AC ചെയറിലും ഇരിക്കുന്നവരുടെ കഴിവ് കൊണ്ടല്ല. ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലി കൊടുത്ത ഒരുപാട് ആശമാരുണ്ട്. 11 ആശാ സഹോദരിമാരാണ് ആ കോവിഡ് സമയത്ത് മരണപ്പെട്ടത്. എനിക്ക് 2 വട്ടം കോവിഡ് വന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കാം, ആ കോവിഡ് സമയത്ത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ കേന്ദ്ര സർക്കാർ 50 ലക്ഷം കിട്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടും കിടപ്പാടവും പണയത്തിലാകില്ല. അത് എൻ്റെ കുട്ടികൾക്ക് സുരക്ഷിതമായി കയറി കിടക്കാമായിരുന്നു. കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കമൻറ്റ് പറയുകയാണെങ്കിൽ ഇവർ സൈബർ പോരാളികളെ വെച്ചിട്ടാണ് വളരെ മ്ലേച്ഛമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഒരു അമ്മയ്ക്ക് ജനിച്ച ഒരു മകനും ഒരു സ്ത്രീയെക്കുറിച്ച് പറയത്തില്ല. അത്ര രീതിയിലാണ് ഈ സൈബർ പോരാളികൾ ഇവർ വാടക ഗുണ്ടകളെ ഏൽപ്പിച്ച് ഈ സ്ത്രീകൾക്കെതിരെ പോരാടുന്നത്. എന്ത് മ്ലേച്ഛതയാണ് ഇതൊക്കെ? ഒരു സാക്ഷര കേരളത്തിന് ചേർന്നതാണോ? നമ്മുടെ കേരള സമൂഹത്തിന് ചേർന്നതാണോ? എല്ലാത്തിനും പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാൽ ഈ മലയാളിക്ക് ചേർന്നതാണോ ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നവരെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇവരെ ഒരു സ്ത്രീയിൽ ജനിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു മകനാവട്ടെ ഇങ്ങനെ എഴുതില്ല. ഞങ്ങളെല്ലാം സ്ത്രീകളാണ്, 40 വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞവരുണ്ട്. അവർക്കൂടെ വേണ്ടിയിട്ട് അവരുടെ ജോലിയുടെ ബുദ്ധിമുട്ടും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടും ഈ കഴിഞ്ഞ 50 നാളുകളായി രാവും പകൽ ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ജോലിക്ക് കയറിയിട്ടില്ല. ഫെബ്രുവരി 9-ാം തീയതി വരെ ജോലി എടുത്തിട്ട് അതിൻ്റെ പൈസ തന്നിട്ടില്ല. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികളും ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തകരും. എന്ത് അടിസ്ഥാനത്തിലായി പറയുന്നത്? 24/7 എന്നാണ് സർക്കുലർ വെച്ചിരുന്നത്. ഞങ്ങൾ ഓരോ മാസം ഇപ്പോൾ നാളെ ഏപ്രിൽ 1 ആവുകയാണ്. ഈ പണിക്ക് കയറിയ ആശമാരായിക്കോട്ടെ, അവരെന്ത് ചെയ്യണം? ഇന്ന് 31-ആയി. 28-ാം തീയതി മുമ്പേ അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു ആക്ഷൻ പ്ലാൻ, ആ വരുന്ന 30 ദിവസങ്ങളിൽ ഒരാശ എന്തൊക്കെയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത് ആക്ഷൻ പ്ലാൻ എഴുതി JPHന് കൊടുത്ത് ആ പകർപ്പ് ഒപ്പിട്ട് വാങ്ങി ഒരു കോപ്പി ആശയ്ക്കും, അല്ലെങ്കിൽ ഡയറിയിലാണെങ്കിൽ ആശയുടെ ഡയറിയിലാണ് അത് സൂക്ഷിക്കുന്നത്. അറിയാമോ? എന്നിട്ടാണ് ഇവർ പറഞ്ഞത് ആശയ്ക്ക് ജോലിയില്ല എന്ന്. ആശ ചെയ്യുന്ന ജോലി ആശയ്ക്ക് അറിയുള്ളൂ, ഈ പറയുന്നവർക്ക് അറിയില്ല. കോവിഡ് കാല സമയങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നിരുന്നു. ഓരോന്നും ഇങ്ങനെ പറയുമല്ലോ, എത്ര പേര് ക്വാറന്റൈനിലുള്ളൂ, എത്ര പേര് ഹോം ക്വാറന്റൈനാണ്, എത്ര പേരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നതേ ഈ പാവം ആശ കൊടുത്തതിൻ്റെയാണ്. ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയതാരാ? ഒരു കോവിഡ് പേഷ്യൻറ്റ് വന്നിട്ട് അവർ പോയ റൂട്ട് മാപ്പ് എല്ലാം തയ്യാറാക്കി കൊടുത്തതാരാ? പോലീസ് ആശയോടാണ് ചോദിച്ചത്. അങ്ങനെയല്ലേ റൂട്ട് മാപ്പ് കണ്ടുപിടിച്ച്. ഇവരൊക്കെ ഇരുന്നപ്പോൾ ഈ മന്ത്രിമാരാരെങ്കിലും ഈ ഇരുന്ന കോവിഡ് രോഗി ഫുഡും കൊണ്ടുപോയോ, മെഡിസിൻ കൊണ്ടുപോയോ? നാട്ടുകാരെ പറ്റിച്ച ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ അവർ സോളാർ കേസിൻ്റെ പേരിൽ ആ സ്ത്രീ
എല്ലാവർക്കും അറിയാം. ആ സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ കഴിഞ്ഞ മന്ത്രിസഭ അവർ അട്ടിമറിച്ചത്. ഞങ്ങൾ അതുപോലെ അട്ടിമറിക്കുന്ന വന്നവരല്ല. ഈ സർക്കാർ പറഞ്ഞ വാഗ്ദാനം പാലിക്കണം. ഇപ്പോൾ ഞങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഇപ്പോൾ പ്രകടന പത്രിക വായിച്ചു നോക്കാനാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് വായിക്കാനും ബോധവും വിവരം ഉള്ളതുകൊണ്ടാണ് ഇവർ നമ്പർ 1 എന്ന പദവി വാങ്ങിച്ചത്. ആശമാർക്ക് നന്നായിട്ട് എഴുത്തും വായന അറിയാം, വായിക്കാനും അറിയാം, തെറ്റില്ല. ആശ എവിടെ ചെന്നിരുന്നാലും ആശയ്ക്ക് തെറ്റില്ല. പക്ഷേ മന്ത്രിക്ക് ചിലപ്പം തെറ്റിപ്പോവും എന്ത് പറയണമെന്നറിയാൻ. ആശയ്ക്ക് തെറ്റില്ല. ഞങ്ങൾ പ്രകടന പത്രിക നന്നായി വായിച്ചവരാണ്. ആശാ വർക്കേഴ്സ്, അങ്കണവാടി വർക്കേഴ്സ്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു തരത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്ക്, എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഇങ്ങനെ വലിച്ചിട്ട് കുറേ ആൾക്കാർക്ക് 700 രൂപ മിനിമം കൂലി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ മിനിമം കൂലിയെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. 232 രൂപ കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ രാഷ്ട്രീയക്കാരെല്ലാം അവരും വാങ്ങുന്ന ഓണറേറിയല്ലോ. എന്തിനാ പിന്നെ അവർക്ക് ലക്ഷങ്ങൾ ഓണറേറിയം കൊടുക്കുന്നത്? അവർക്ക് 7000 രൂപ കൊടുത്താൽ പോരെ? ഈ 7000 രൂപ കൊണ്ട് ഒരു ആശയ്ക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ ഒരു ശരാശരി മനുഷ്യന് അതുകൊണ്ട് അവൻ്റെ ഫുഡും അവൻ്റെ വസ്ത്രവും അവൻ്റെ കിടപ്പാടത്തിനും ഒക്കെ അത് മതിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എല്ലാ വണ്ടിക്കും ഫുഡിനും ഒക്കെ അവർക്ക് അലവൻസ് കൊടുക്കുന്നത് നികുതി പണത്തിൽ നിന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ തരട്ടെ? എല്ലാം ഞങ്ങളുടെ ഫുഡ് അലവൻസും ഞങ്ങളുടെ യാത്രാക്കൂലിയും എല്ലാം അവർ തരട്ടെ. കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊക്കെ സർക്കാർ അടച്ചു തരട്ടെ. ഞങ്ങൾ 232 രൂപ ജീവിക്കാം. അവർക്ക് ഓണറേറിയലി കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തനമാണെങ്കിൽ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തനമാണ്. അല്ലാതെ അവർ ശമ്പളക്കാരല്ലല്ലോ, ഒരു PSC എഴുതി വന്നതല്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് ഇറങ്ങിയില്ലേ. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഭരണാധികാരികളും. അപ്പോൾ ജനങ്ങളെയാണ് മാനിക്കേണ്ടത്. ഈ ജനങ്ങളുടെ വോട്ട് ഉള്ളതുകൊണ്ടാണ് അവർ അധികാരം കിട്ടിയത്. അല്ലാതെ അവരെ കുടുംബസ്വത്തായിട്ടൊന്നും ആർക്കും അധികാരം കിട്ടിയതല്ല. അപ്പോൾ ജനങ്ങളെ മാനിക്കണം. ജനമാണ് പരമാധികാരി. വോട്ട് ചെയ്തവനാണ് പരമാധികാരി, അല്ലാതെ സർക്കാരല്ല. ഇത്രയും സമയം അവധിയായതുകൊണ്ടാണോ എന്താണോ അവരുടേതായ തിരക്കിലാണോന്നും ഒന്നും അറിയില്ല. ഇതുവരെ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഇനി നാളെ എങ്ങനെയാവുമെന്നോ എന്താവുമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആ രീതിയിലാണ് ഞങ്ങളിപ്പോഴും ഈ സമരപ്പന്തലിരിക്കുന്നത്. അവരെയും പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അവരെന്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, അല്ലാതെ ഞങ്ങൾ ഇവിടം വിട്ടു പോകില്ല. എന്തു വന്നാലും അവസാനം വിജയം കാണുന്നത് വരെ ഇവിടെ സമരത്തിനിരിക്കുക എന്നുള്ള ഉറച്ച തീരുമാനമാണ്. ഉറച്ച തീരുമാനം ഇവിടെ തന്നെ ഇരിക്കും. ഇത് നേടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ, അല്ലാതെ പോകില്ല. അപ്പോൾ ശരിക്കും എന്താണ് സർക്കാർ പറഞ്ഞത്? കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണോ സർക്കാർ? അങ്ങനെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഇവിടെ കൊടുത്തെന്ന്, ഇവർ പറയുന്നത് അവിടെ നിന്ന് കിട്ടില്ല. എന്താണെന്ന് അവർക്ക് 2 പേർക്ക് മാത്രമേ അറിയാവൂ. ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാണോ, ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് അവർ ഇതിനൊരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾക്കിതിനൊരു തീരുമാനം എടുത്ത് തന്നേ പറ്റുള്ളൂ. ഞങ്ങളിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ ചൂടിൽ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടും മഴയും വെയിലും എല്ലാം കൊണ്ട് ഞങ്ങളിവിടെ കിടക്കണം. എന്തായിരുന്നാലും ഒരല്പമെങ്കിലും കരുണ കാണിക്കണം ഞങ്ങളോട്. ഈ പാവപ്പെട്ട ഞങ്ങൾ എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കുന്നത്? ആരോടാ വാശി? ഈ 232 രൂപയ്ക്ക് ജോലി ചെയ്യണവരോടാണോ വാശി കാണിക്കുന്നത്? ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. PSCക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തു. അപ്പോൾ എന്തെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ പോയി ഇവിടെ പോയി ഞങ്ങളെ പേരും പറഞ്ഞു. എന്തിനാ കള്ളങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങളെ പറ്റിക്കുന്നത്? ഞങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങ് തീരാന്നുള്ളതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് താമസമല്ലേ ഉള്ളൂ. ഈ പാവപ്പെട്ട ആശമാർ 50 ദിവസം പിന്നിടുമ്പോൾ മുറിക്കുന്ന കണ്ട് അത് മനസാക്ഷിയുള്ളവർക്കൊക്കെ ഒരു വിഷമം തോന്നും. അത് കണ്ടപ്പോൾ ഇവരെ ഒന്ന് കാണണമെന്ന് ഓർത്ത് ഇവിടെ എത്തിയതാണ്. സത്യത്തിൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗമല്ലേ ഇവർക്ക് എന്താ ഉള്ളത്? മിനിമം വേജസ് പാസ്സാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം നിയമം കൊണ്ട്. ആ മിനിമം വേജസ് പോലും ഇവർക്ക് കൊടുക്കുകയില്ലെന്ന് പറയുന്നത്. ഇവർ സർക്കാർ പറയുന്ന മുഴുവൻ ജോലിയും ചെയ്യണം. ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഇപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ ചേച്ചി, അവർക്ക് ഒരു ദിവസം 232 രൂപ കിട്ടുന്നുണ്ട്. 200 രൂപ അവർക്ക് ജോലി ചെയ്യാൻ പോകുന്നതിനും വരുന്നതിനും ചിലവാകുക. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ കുടുംബം എങ്ങനെയാണ് കഴിയുന്നത്? ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾ അവരുടെ ഹൃദയനൊമ്പരം കൊണ്ടൊരു കാര്യം പറയുമ്പം അത് കേൾക്കാതെ അവരെ അപഹസിക്കുക, ആക്ഷേപിക്കുക, അവരെ പൊതുജനമധ്യത്തിൽ വളരെ മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുക, ഇതൊക്കെ ഒരു ഭരണാധികാരികൾക്കൊക്കെ കഴിയുന്നതാണോ? ഇതൊക്കെയാണോ കമ്മ്യൂണിസം? അവർ പാവപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ ഇവർ? അതാ ഈ പാവങ്ങളോട് ഇത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ ഇവർക്ക് എവിടെ നിന്നാണ് അത്? ഇപ്പം ഇവർ ഏത് പക്ഷത്താണ് ഇപ്പം നിൽക്കുന്നത്? ഈ പാവങ്ങളോട് ഇവിടെ നടക്കുന്ന ധൂർത്തും ആർപ്പാടവും എന്താണ്? കോടാനുകോടി രൂപ ധൂർത്തടിച്ച് ചെലവഴിക്കുമ്പം ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രയും വർഷം ഇപ്പം ഇവർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചത് കോവിഡ് കാലഘട്ടമാണല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ജോലി ചെയ്ത ഏക വിഭാഗം ഇവരല്ലേ.
ഇവരുടെ അധ്വാനത്തിൻ്റെ ഗുണമല്ലേ അവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു ന്യായമായ കാര്യം പറയുമ്പം അത് പരിഗണിച്ച് അവരെ കൊണ്ട് ചോദിപ്പിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അവരെ ഇതുപോലെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ ചവിട്ടി മെതിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത്? ഇതൊരു ഭരണകൂടമാണോ? ഇതാണോ ഒരു ഭരണകൂടത്തിൻ്റെ ചുമതല? ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇവരോടൊപ്പമാണ്. എല്ലാ ദിവസവും പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു MP ഇവരുടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 21,000 ഉറുപ്പിക മിനിമം ഇത് അടിസ്ഥാന വേതനമാക്കി ആ മിനിമം ബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് നൽകണമെന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കുന്നത്. ഉടനൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇങ്ങനെയാണ് മുന്നോട്ട് പോക്ക്. പെട്ടെന്ന് പരിഹരിച്ചാൽ ഇവർക്ക് നല്ലത്. കൂടുതൽ താമസിച്ചാൽ നാണം കെട്ട് പരിഹരിക്കേണ്ടി വരും. പരിഹരിച്ചാൽ പറ്റൂ, പരിഹരിക്കാതെ വിടില്ല. സർക്കാരിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും ജീവിതവും വരെ ഒഴിഞ്ഞുവെച്ച് ആശാവർക്കർമാർ പണിയെടുത്തു. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ 50-ാം ദിവസവും സമരത്തിലിരിക്കുന്നു. ഇനിയെങ്കിലും കേന്ദ്ര സർക്കാരുകൾ ഒന്ന് കണ്ണു തുറക്കുക. ഇവരും സാധാരണ മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്ലാൻ അങ്ങ് വർക്കൗട്ട് ആക്കിയാലോ? കാണാൻ സുന്ദരിയാണ് കേട്ടോ. തനിക്കെന്ത് വേണം? അയാൾ ഇന്ന് ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കാണുന്നതിന്റെ ഒന്നും വിളിച്ചു പറയാനല്ലേ നീ പറഞ്ഞത്? വിടരുത് വിടരുത്. ഹലോ അനുജ, എടി ഞാൻ എന്നും ഒരു പൂവാലിനെ പറ്റി പറയത്തില്ലേ, ശല്യം ചെയ്യുന്ന അയാൾ ഇന്ന് ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കാണുന്നതിന്റെ ഒന്നും വിളിച്ചു പറയാനല്ലേ നീ പറഞ്ഞു? നമുക്ക് നമ്മുടെ പ്ലാൻ അങ്ങ് വർക്കൗട്ട് ആക്കിയാലോ? ഞാൻ ഇവിടെ ഉണ്ടേ, ട്രിവാൻഡ്രത്ത്. ഞങ്ങൾ എന്നും കാണുന്ന സ്ഥലം അവിടെ നീ ഇങ്ങോട്ട് വാ. നീങ്ങത്തി ഞാൻ അയാളെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. പോന്നോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ മനുഷ്യൻ കണ്ട, അതാണ് കക്ഷി. കണ്ട എന്തായാലും തിരിഞ്ഞു നിൽക്കുക, ഇനിയിപ്പോ കാണണ്ട. ഞാൻ പോയിട്ട് അവിടെ ചെന്നിരിക്കാം. എന്നിട്ട് അയാളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ വേറെ ഒന്നുമില്ല, പിടിക്കുക, പോലീസിനെ ഏൽപ്പിക്കുക. എവിടെ വീട്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് വേണം? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ കണ്ടില്ലേ? ഇന്നലെ ഉണ്ടാവും, ഇല്ലാതിരിക്കും. തനിക്കെന്ത് വേണം? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളു. ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ കണ്ടു. പക്ഷെ കാണാൻ സുന്ദരിയാണ് കേട്ടാ. കണ്ണൊക്കെ ഉണ്ടല്ലോ. കണ്ണൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തനിക്കെന്ത് വേണം? പെൺപിള്ളേരായ കണ്ണ് കാണും, മൂക്ക് കാണും. തനിക്കെന്ത് വേണം? അത് ഞാൻ പറഞ്ഞതേ ഉള്ളു. കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടാ. തനിക്ക് എന്താ അസുഖം? ഞാന് കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണ്. താൻ കൊള്ളാലോ, കാണുന്ന ആൾക്കാരുടെ ഇഷ്ടം തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. കണ്ട, ഞാന് കണ്ട 3 ഫോണുണ്ട് എന്റെ. 3 ഫോണുണ്ടെങ്കിൽ താൻ കൈ വെച്ചോ. ഇത് കണ്ട, ഇത് എത്രയെന്ന് അറിയാല്ലേ വില? ഇത് കണ്ട, കാണാൻ കൊള്ളാലോ. താൻ 2 കൈയിലുണ്ടെങ്കിൽ താൻ കൈ വെച്ചോ. പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? ഈ ബാഗ്
കയ്യിലും നോയിക്കൊള്ളാം കേട്ടോ. ഇങ്ങനെ നടക്കും ഇടയിൽ വേറെ കാണിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ നടന്നാ മതിയോ? ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. അല്ലെങ്കിൽ വേറെ കാണിച്ചു തരാം. ഇത് മതിയോ? അതും ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ കാണിച്ചു തരാം. ആ, വേറൊരു പുതിയ ഐറ്റം ഉണ്ട്. ഇങ്ങനെ മതിയോ? ഇത് ഇഷ്ടപ്പെട്ടോ? ആ ബാഗ് ഈ തന്നെ ബാഗ്, എന്റെ ബാഗ് കേട്ടോ. അതും കൂടെ കേട്ട് എന്റെ മൊബൈലിൽ കൂടെ കൊള്ളാൻ തന്നെ. നേരം എടുക്കുമ്പോ ഇറങ്ങി 3-4 ഫോണും കണ്ണാടിയും വെച്ചോണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? അങ്ങനെ അല്ലെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടന്നാ മതിയോന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കല്ലെന്ന് അങ്ങനെയല്ല. ഞാനല്ല, സെറ്റപ്പാണ്. ഞാനൊരു കാര്യം ചെയ്യാമേ, ഞാൻ സെറ്റപ്പാണ്. വിളിക്കാം. നീ ഒന്ന് സെറ്റപ്പിനാണ്. വിടരുത് വിടരുത്. ആ പെൺപിള്ളേരൊക്കെ എന്റെ ഒരു ഉശിരി പോയി. എന്റെ അതൊക്കെ പോയത് തന്നെ ഭാഗ്യം. എവിടെ പോയി വിളിച്ചാൻ പോയാണ്? നിനക്കിത് നല്ലതുപോലെ പിടിച്ചുകൂടായിരുന്നാ? ഞാൻ പിടിച്ച അയാൾക്ക് തല്ലി മാറ്റിട്ട് പോയാ ഇങ്ങനെ പിടിക്കാൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നിങ്ങളൊന്ന് അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇതുപോലെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ അങ്ങനെയല്ലെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലത്തേക്ക് പോലീസിനെ വിളിക്കരുത്. ഒരിക്കലത്തേക്ക് ഇനി ഞാൻ ബസ് സ്റ്റാൻഡിലേ കാണൂല. സ്റ്റാൻഡിലാവട്ടെ, ബസ് സ്റ്റാൻഡിൽ മാത്രമല്ല, എന്തെങ്കിലും കമന്റ് പറയേ, എന്തെങ്കിലും നമ്മൾ അറിഞ്ഞ ഇനി ബസ് സ്റ്റാൻഡിലേ ഞാൻ കാണൂല. ബസ് സ്റ്റാൻഡിലേ കാണും. ഒരിക്കലത്തേക്ക് എന്നോട് ക്ഷമിക്കണം രണ്ടുപേരും. ഒരിക്കലത്തെ അല്ല, പെങ്ങളല്ല. പെങ്ങള് നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലേ? മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഈ പരിസരത്തൊന്നും കാണരുത്. ഒരു ചേച്ചിമാരുടെ കംപ്ലൈന്റും കേൾക്കരുത്. സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന പൂവാലന്മാർക്ക് ഒരിക്കലും ഒരവസാനമില്ല. ഇത്തരം അനവധി സംഭവ വികാസങ്ങൾ വന്നു ഭവിച്ചാലും ഇവരെ പോലുള്ള പൂവാല വർഗത്തിൽപ്പെട്ടവർ ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന വീടാണ് സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ കാണുന്ന വീടോ? അത് ഈ കാണുന്ന വീട് 1000 രൂപയ്ക്ക്. 1000 രൂപ. കള്ളം പറയും. എന്തോ കള്ളത്തരം. നമ്മള് കള്ളം പറയൂ? ഇത് സമ്മാനമായിട്ട് കിട്ടുമ്പോ പണി പൂർത്തിയായിട്ട് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. അതെ അതെ. 1000 രൂപയുള്ള
1000 രൂപയുള്ളൂ. 1000 രൂപയാണ് ഒരു ടോക്കണിന്റെ വില. അപ്പോൾ ഇപ്പോഴും ആ ഒരു സംശയം നിലനിൽക്കല്ലേ. നമുക്ക് ഇതിന്റെ ഓണറായിട്ടുള്ള ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കാം. ഈ വീട് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു നറുക്കെടുപ്പിലൂടെ. വെറും 1000 രൂപയ്ക്ക്? അതെ, വെറും 1000 രൂപയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ഒരു ആശ്രയ സമ്മാനമര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ സ്കീമിലാണ് ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ 1000 രൂപയ്ക്ക് ഈ വീട് നമ്മൾ നറുക്കെടുപ്പിലൂടെ വിൻ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. എത്ര രൂപ ഒരു വസ്തുവിന് കിട്ടും? ഒരു സെന്റിന് എത്ര രൂപ വെച്ച് കിട്ടും? ഇവിടെ 13-15 സെന്റിന് വില. വട്ടിയൂർക്കാവ് വികസനം വരെയാണ്. ഇത് വട്ടിയൂർക്കാവ് നെട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. റോഡ് വൈഡനിങ് വന്ന് വലിയൊരു വികസനത്തോടനുബന്ധിച്ച് ബിൽഡിംഗ് ഒക്കെ പൊളിച്ചൊക്കെ തുടങ്ങി. ഈ റോഡിലൊക്കെ ഉള്ള വലിയൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോവാണ്. പിന്നെ നമുക്കിവിടെ ISR ഉണ്ട്, VSSCയുടെ അടുത്തായിട്ടാണ്. 1 കിലോമീറ്റർ പോലും ഇല്ല. ISR എത്ര ദൂരം ഉണ്ട്? ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. പൂർണ്ണമായിട്ട് തീർത്താണോ നിങ്ങൾ? അതെ, ഒരു ഫുൾ പണി തീർത്ത് ഇത് ഇനി ചെറിയ പണി മാത്രമേ ഉള്ളൂ. ബാക്കി ഫ്ലോറിംഗ് വരെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് ആ കൂടെ പെയിന്റിങ്ങും ജസ്റ്റ് ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. ഈ ആശ്രയ സമ്മാനമായ ഈ പദ്ധതിയോട് ചേർന്ന് ഇതിൽ വരുന്ന കാശ് വെച്ചിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോണുണ്ട്, വലിയൊരു ലോൺ തന്നെ ഉണ്ട്. എന്താണ് സംഭവം? ഈ ഒരു പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്കും അസുഖബാധിതരായവർക്കും അങ്ങനെ ഒട്ടനവധി സഹായമാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രൈസായിട്ട് ഈ വീടും സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ് വരെ ഉണ്ട്. സെക്കൻഡ് പ്രൈസ് വന്നിട്ട് 3 പേർക്ക് ഒരു പുതിയ സ്കൂട്ടറും. അതെ, 3 സ്കൂട്ടർ. അതെ. ഒന്നാം സമ്മാനം 25 പേർക്ക് നമ്മളെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. ഇൻഡക്ഷൻ സ്റ്റൗ അത് 25 പേർക്കാണ്. മൂന്നാം സമ്മാനം 25 പേർക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് 4ാം സമ്മാനം, വെജിറ്റബിൾ ചോപ്പർ. അത് 50 പേർക്ക് നമ്മൾ കൊടുക്കുന്നു. QR കോഡ് ഉണ്ട്. അതിലോട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെന്റ് ചെയ്യാനുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം ട്രസ്റ്റ് ചെയർമാന്റെ സിഗ്നേച്ചറും ക്യാഷിലും ഉണ്ട്. നിങ്ങൾക്ക് തരാൻ പോകുന്നട്ടോ? നിങ്ങൾ നോക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. വേണ്ടേ? കണ്ടോ, നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്, സ്ഥലം, ഫോൺ നമ്പരും. എന്റെ പേരുണ്ട്. ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇനി നിങ്ങൾ എടുക്കുക. അതെ, നിങ്ങൾ എല്ലാവരും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുക്കണം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.